നമസ്കാരം. ഇത് മലയാളത്തിലെ ആദ്യത്തെ വയലാർ അവാർഡ് പുരസ്കാര ശില്പമാണ് കേട്ടോ. ഇതാർക്കാ ലഭിച്ചിരിക്കുന്നത്? മറ്റാർക്കുമല്ല, മലയാളത്തിന്റെ ഭാഗ്യമായ സാഹിത്യകാരി ലളിതാംബിക അന്തർജനം. അപ്പൊ ഇന്ന് ഹെറിറ്റേജ് പേജ് എത്തിയിരിക്കുന്നത് ആ അമ്മയുടെ ഏറ്റവും കൂടുതൽ കാലം അമ്മ ജീവിതം ചെലവഴിച്ച രാമപുരത്തെ അമനകര തറവാട്ടിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മളെ കാത്ത് അനേകം വിശേഷങ്ങൾ കാത്തിരിപ്പുണ്ട്. അത് കാണണ്ടേ? കാണാം. നമ്മളുടെ ലളിതാംബിക അന്തർജനത്തിന്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകൻ ആദരണീയനായ ശ്രീ എൻ രാജേന്ദ്രൻ സാർ കൂടെയുണ്ട്. സാർ നമസ്കാരം, ഹെറിറ്റേജ് പേജിലേക്ക് സ്വാഗതം. അങ്ങിപ്പോ വിശ്രമ ജീവിതത്തിലാണ്. പെൻഷനൊക്കെ ത്രിപുര കേഡറിലായിരുന്നു, IG ആയിട്ടായിരുന്നു അങ്ങ് പെൻഷൻ ആവുന്നത്. അമ്മ കൊട്ടാരക്കരയിലെ ഇല്ലത്തെ 9 മക്കളിൽ ഏറ്റവും ഒരു പെൺകുട്ടി, ഒരേ ഒരു പെൺകുട്ടിയായിരുന്നു. 8 മക്കളിലെ മൂത്ത പെൺകുട്ടി. 8 മക്കളായിരുന്നു അല്ലേ? 8 മക്കൾ അല്ലെ മൂത്ത പെൺകുട്ടി. 9 മക്കളിലെ മൂത്ത പെൺകുട്ടി, 8 ബ്രദേഴ്സ്. അപ്പം ഏറ്റവും മൂത്ത ആളാണ്. അതെ. പക്ഷെ നേരെ തിരിച്ച് അങ്ങ് ഏറ്റവും ഇളയ ആളാണ്. അപ്പം പറഞ്ഞതെന്ന് വെച്ചാല് വലിയ കുടുംബമായിരുന്നു. അമ്മ ജനിച്ചതും വലിയ കുടുംബത്തിലാണ്, സാറ് ജനിച്ചതും വലിയ കുടുംബത്തിലാണ്. അക്കാലത്ത് അങ്ങനെയാണല്ലോ കുടുംബങ്ങളിലെല്ലാം. പക്ഷെ അംഗസംഖ്യ കൂടുതലുണ്ട്. പക്ഷെ അമ്മ ആ വലിയ കുടുംബത്തിലാണെങ്കിലും അമ്മ അത് മാനേജ് ചെയ്തു. അതിനിടയിൽ കൂടെയാണ് അമ്മയുടെ കുടുംബത്തിന്റെ ആ ഒരു സ്വാതന്ത്ര്യമായിരിക്കുക അമ്മയെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കാനുള്ള ഒരു പ്രേരണാ ഘടകം. ഇവിടേക്ക് വരുമ്പോ നമ്മുടെ ഈ രാമപുരത്ത് ഈ അമരകര ഈ വീട്ടിലേക്ക് വരുമ്പോ, ഈ വീട്ടിലായിരുന്നു അമ്മ ആദ്യം കല്യാണം കഴിച്ചു വന്നത്? അല്ല. അമ്മ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം കൂടെ അവിടെ തന്നെ താമസിക്കുന്നുണ്ടായി കൊട്ടാരക്കര. അത് കഴിഞ്ഞ് ഫോർമലായിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ വീട് അന്ന് ഈ വീട് മേടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ തറവാടുണ്ട്. ആദ്യം തറവാട്ടിൽ താമസിച്ചു, പിന്നെ തറവാടിൻ്റെ അടുത്ത് വേറൊരു ചെറിയ വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് 1952 ആണ് അമ്മയും അച്ഛനും കൂടെ ഈ വീട് മേടിക്കുന്നത്. പഴയ സ്ഥിതിയല്ല, ഈ വീടിപ്പോൾ കുറച്ച് പുതുക്കി. പഴയ ഒരു വീടായിരുന്നു, ഇപ്പോൾ പുതുക്കി. ഈ വീട്ടിലാണ് അമ്മ 37 വർഷവും താമസിച്ചത്. പിന്നെ ആദ്യം ചോദിച്ചത് അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്ന്. അവിടെ ഒരു ഉൾനാടൻ കുഗ്രാമമായിരുന്നു കോട്ടവട്ടം എന്ന് പറഞ്ഞ കൊട്ടാരക്കര താലൂക്കിലെ ഒരറ്റം. അപ്പോൾ അവിടെ അക്കാലത്ത് പറഞ്ഞ പോലെ ബസ്സോ കാറോ ഒന്നും പോകുന്ന സ്ഥലമല്ല, നടന്നു വേണം പോകാൻ. 5 മൈൽ നടക്കണം റോഡ് സൈഡിൽ നിന്ന്. അപ്പോൾ അവിടെ അച്ഛനും അമ്മയ്ക്കും വളരെ പുരോഗമനവാദികളായിരുന്നു. നമ്മുടെ അച്ഛൻ ശ്രീമൂലം കൗൺസിൽ മെമ്പറായിരുന്നു, പഴയ കോൺഗ്രസ്സുകാർ, ഗാന്ധിസ്റ്റ്. ശ്രീമൂലം കൗൺസിൽ മെമ്പറായിരുന്നു. മുത്തശ്ശിക്ക് അന്നേ കവിതയുണ്ട്. മുത്തശ്ശിയുടെ പാരമ്പര്യമായിരിക്കും എൻ്റെ അമ്മയ്ക്ക് കിട്ടിയതെന്ന് തോന്നുന്നു. അപ്പോൾ മുത്തശ്ശി ഹരിപ്പാട്ടുകാരിയാണ്. ഹരിപ്പാട്ട് ചങ്ങാരപ്പള്ളിയിലെത്തുന്നതാണ് മുത്തശ്ശിയെ അന്നേ കവിത എഴുതുന്ന കൂട്ടത്തിലാണ്. അന്നേ ഭക്ത കവിതകളൊക്കെ എഴുതുന്നത്. രക്തത്തിൽ കവിത ഉണ്ടായിരുന്നു. അതെ, രക്തത്തിൽ അമ്മയുടെ കവിത ഉണ്ടായിരുന്നു. അമ്മയുടെ മുത്തശ്ശി വഴി ഉള്ള ബന്ധം കിട്ടിയിട്ടുണ്ട് കവിതയ്ക്ക്. ഈ കോട്ടവട്ടം എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് അമ്മയുടെ എത്ര വയസ്സിലാണ് കല്യാണം കഴിച്ച് അച്ഛൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത്? അമ്മയ്ക്ക് 17 വയസ്സ് കഴിഞ്ഞു. 17 വയസ്സ് കഴിഞ്ഞു. 17 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ വേളി കഴിയുന്നത്. ഒരുപക്ഷെ അന്നത്തെ അതൊരു കൂടിയ അന്നത്തെ കൂടിയ ഏജാ. അപ്പൊ അമ്മ സ്കൂളിൽ പോയിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. സ്കൂളില്ല അവിടെ. അപ്പൊ സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അമ്മയുടെ അച്ഛൻ അവിടെ 1-2 മാസ്റ്റർമാരെ പിടിച്ചിരുത്തി പഠിപ്പിച്ചു. സംസ്കൃതവും മലയാളവും, കുറച്ച് ഹിന്ദി, കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ ആയിട്ടൊരു 10-13 വയസ്സായപ്പോഴത്തേക്കും കുറേശ്ശെ ഭാഷകളൊക്കെ അമ്മ പഠിച്ചു. മലയാളം പിന്നെ വായിക്കാനും പഠിച്ചല്ലോ ധാരാളം. അപ്പോൾ ആ ഭാഷകളൊക്കെ കുറേശ്ശെ അറിയാം. വർത്തമാനം പറയാൻ പറ്റില്ല, മലയാളം ഒഴിച്ച് ബാക്കിയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു 13-ാം വയസ്സിലാണ് ആദ്യത്തെ ഒരു ലേഖനം എഴുതിയത്, അവിടുത്തെ ഒരു പേപ്പറിൽ പബ്ലിഷ് ചെയ്തത്. സാറ് എപ്പോഴെങ്കിലും സാറോട് പറഞ്ഞിട്ടുണ്ടോ, ചോദിച്ചിട്ടുണ്ടോ അമ്മയോട്, അല്ല അച്ഛനോട്,
അമ്മയെ ഈ കല്യാണം കഴിക്കാൻ അവിടേക്ക് വേലി കഴിച്ച് ഈ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഈ നാടുമായിട്ട് ഇഴുകിച്ചേരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അല്ല, അത് കാണും. എന്താന്ന് വെച്ചാൽ അവിടെ അക്കാലത്ത് കുറച്ചുകൂടെ പുരോഗമനവാദികളായിരുന്നു ഞങ്ങളുടെ അമ്മയുടെ സ്ഥലത്തുള്ളവര്. ഇവിടെ അത്രയും കൊണ്ട് ആയിട്ടില്ല. ഇവിടെ കുറച്ചുകൂടെ കാരണവന്മാരുടെ ഇതുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അച്ഛനും എൻ്റെ തലമുറ വന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ജോലിയായിരുന്നു. എല്ലാവരെയും ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അക്കാലത്ത് ജോലിയുള്ള ആളായിരുന്നു. സബ് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാവരെയും പഠിപ്പിക്കാൻ വിട്ടു. ആൺമക്കളെ, പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടാറില്ല, ആൺമക്കളെ എല്ലാവരെയും പഠിപ്പിക്കാൻ വിട്ടു. ഇംഗ്ലീഷ് പഠിപ്പിച്ചു. എൻ്റെ അച്ഛനും ഇൻ്റർമീഡിയറ്റ് പാസ്സായതാണ് അക്കാലത്ത്, സെൻറ്റ് തോമസ് കോളേജ് ട്രിച്ചുനാപ്പള്ളി പോയിട്ട്. അപ്പോൾ അദ്ദേഹം, എൻ്റെ അമ്മയുടെ അച്ഛൻ ഒരു വിദ്യാഭ്യാസമുള്ള ഒരു ബ്രാഹ്മണനെ ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കാലത്താണ് ഇങ്ങനെ ഒരാളുണ്ടെന്ന് എങ്ങനെയും അറിഞ്ഞത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവാഹാലോചന വന്നത്. അമ്മ ഇങ്ങനെ എഴുതുന്നതിനോട് അച്ഛൻ എപ്പോഴേലും എതിർപ്പ് അങ്ങനെ എന്തെങ്കിലും പ്രകടിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അച്ഛനും ഒരു ചെറിയ എഴുത്തുകാരനായിരുന്നു. അച്ഛൻ്റെ 3-4 ആർട്ടിക്കിൾസ് ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അച്ഛൻ അതേ പിന്നെ എഴുതിയിട്ടില്ല, പക്ഷെ തമാശകളുടെ ആർട്ടിക്കിൾസ് അച്ഛനും എഴുതുമായിരുന്നു. തമാശ ആർട്ടിക്കിൾസ് അച്ഛൻ എഴുതിയിട്ടുണ്ട്. പിന്നെ അച്ഛനും ധാരാളം വായിക്കുമായിരുന്നു. പുസ്തകങ്ങളെല്ലാം, അമ്മയ്ക്ക് വരുന്ന പുസ്തകങ്ങൾ മുഴുവൻ അച്ഛനും വായിക്കും, അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. ഈ അമ്മയുടെ സുഹൃത്തുക്കളൊക്കെ അച്ഛൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ശരിക്കും അപ്പം ആ ഒരു എന്നുവെച്ചാൽ ലളിതമ്മയ്ക്ക് കിട്ടിയ ആ ഒരു പരിസ്ഥിതി അത് വളരെ അനുയോജ്യമായിരുന്നു. ഇവിടെ വന്നിട്ട് ആദ്യകാലങ്ങളിൽ ഒഴിച്ചാല്, ആദ്യകാലങ്ങളിൽ കൂട്ടുകുടുംബത്തിന്റെ ചില പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ എഴുതിയിട്ടുണ്ട്. കാരണവന്മാരുടെ കയ്യിൽ നിന്നോ അല്ലെ കാരണവത്തിൽ അക്കാലത്തെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് സ്വന്തമായിട്ട് മാറുമ്പോഴേ ഒരു ഇത് കിട്ടുമല്ലോ. അപ്പൊ വീട് മാറി കഴിഞ്ഞപ്പോൾ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുമിച്ച് താമസിക്കുമ്പോൾ 10-25-30 പേര് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതെല്ലാവർക്കും ഉണ്ട്. ആ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ നേരം കൊണ്ട് ചിലപ്പോൾ എഴുതാൻ പറ്റില്ല, സമയം കിട്ടില്ല, വെളിച്ചം കാണില്ല, അക്കാലത്ത് ഇലക്ട്രിസിറ്റി ഇല്ല, മണ്ണെണ്ണ വിളക്കേണ്ട അതായിരുന്നു. പിന്നീട് ഇവിടെ വന്നപ്പോഴും മണ്ണെണ്ണ വിളക്കായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യകാലത്തുണ്ടായിരുന്നെങ്കിലും പിന്നീടില്ലായിരുന്നു. അമ്മ പറഞ്ഞു പോലെ അമ്മ രാത്രി ഇരുന്ന് എഴുതും. അമ്മയ്ക്ക് മേശയും കസേര വേണമെന്നില്ല, നിലത്തിരുന്ന് എഴുതാറ്. പൊതുവെ നിലത്തിരുന്ന് എഴുതും അമ്മ. അപ്പോൾ അത് പലപ്പോഴും പലതായിട്ട് കുറിച്ച് വയ്ക്കും. ഉണ്ടോണ്ടിരിക്കുമ്പോഴല്ലേ ആഹാരം വെച്ചോണ്ടിരിക്കുമ്പോൾ വല്ല ഐഡിയാസ് ചിലപ്പോൾ മാറിയിരുന്ന് അവിടെ എഴുതി വയ്ക്കും. തുണ്ട് കടലാസുകളിൽ എഴുതും. പിന്നെയാണ് അത് ഫെയർ കോപ്പി ആക്കിയിട്ട് ഇതാക്കുന്നത്. സാറിനെ കുറിച്ച് ഒരു കഥ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത് 1945 എൻ്റെ ജന്മം. അപ്പൊ 46 അമ്മ പബ്ലിഷ് ചെയ്ത പഞ്ചാര ഉമ്മ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. വളരെ ഫേമസ് ഒരു കഥയാണ്. അതിലൊരു കുട്ടിയെക്കുറിച്ചാണ്. അപ്പം അത് ഞാനായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. തൊട്ടിൽ കിടന്ന് വരുന്ന കുട്ടിയെ കരയുന്നു. കുട്ടിയെ അവസാനം വന്ന് ഒരു പഞ്ചാരയുമ്മ കൊടുത്ത് കരച്ചിൽ മാറ്റുന്നു. അപ്പൊ 46 അമ്മ എഴുതിയതാ. 45 നവംബറിലാണ് ഞാനുണ്ടായത്. അപ്പോൾ ഞാനായിരിക്കും എന്നുള്ള ധാരണയാണ് എനിക്ക്. അമ്മയോട് ചോദിച്ചിട്ടില്ല. അത് നീ ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ആവാൻ നേരത്ത് അമ്മയ്ക്ക് പോലീസ് അവിടെ നിന്ന് വലിയ ആഗ്രഹം ഇല്ലായിരുന്നു. എന്നാലും പറഞ്ഞു, ഇനി പോലീസിലാടാ പോകുന്ന വലിയ ഇതായിരുന്നു, ഇപ്പൊ ക്രൂരന്മാരാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം നിന്റെ സ്വഭാവം നോക്കിക്കോണം, കള്ളം പറയരുത്, സത്യസന്ധരായിരിക്കണം, ആരെയും ഉപദ്രവിക്കരുത്. അപ്പൊ ഇങ്ങനെ പ്രത്യേകം പറഞ്ഞു. അത് ഞാൻ ചെയ്തിട്ടും ഇല്ല. അമ്മ വെച്ചുണ്ടാക്കുന്ന എല്ലാ ആഹാരവും നല്ലതാണ്, എന്നാലും അമ്മ ഇതൊന്ന് വെച്ച് തരണം എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു ആഹാരം അമ്മയുടെ തീയലായിരുന്നു എനിക്കിഷ്ടം. തീയല് അത് ഒരു ഒന്നൊന്നര തീയല, ഉള്ളിത്തീയല് നല്ലപോലെ. അമ്മ നല്ല കുക്കായിരുന്നു, ഉണ്ടാക്കുന്നില്ല, കേട്ടോ ഉണ്ടാക്കുമായിരുന്നു. അമ്മ 1977 അമ്മയുടെ അഗ്നിസാക്ഷിക്ക് പുരസ്കാരങ്ങളുടെ ഒരു പെരുമഴ തന്നെ ലഭിക്കുന്നത് അല്ലെ, ആദ്യത്തെ വയലാർ പുരസ്കാരം ഉൾപ്പെടെ. പക്ഷെ എന്ന് തൊട്ടായിരിക്കാം ഇതിനുള്ളൊരു തയ്യാറെടുപ്പ്? അമ്മ എന്ന് തൊട്ടാണ് അത് എഴുതാൻ തുടങ്ങുന്നതും? ആരായിരുന്നു അതിന്റെ എഴുതാനുള്ള മൂല കാരണം? ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പോലും അത് അമ്മ ഒരു ഇവിടെ പോയി, ഡൽഹിയിൽ എൻ്റെ മൂത്ത ചേട്ടൻ താമസിച്ചിരുന്ന കാലത്ത് ചേട്ടൻ അമ്മയെ ബദ്രിനാഥിലും ഒക്കെ കൊണ്ടുപോയി. അപ്പോൾ ഋഷികേശിൽ വച്ച് അമ്മയ്ക്കൊരു അനുഭവം ഉണ്ടായി. അമ്മയ്ക്ക് പരിചയമുള്ളൊരു മുഖം പോലെ ഒരു സ്ത്രീയെ അവിടെ നദീതീരത്ത് വെച്ച് കണ്ടു. അപ്പോൾ അടുത്ത് ചെന്ന് അമ്മ ചോദിച്ചു, ഇന്നയാളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവരൊരുമാതിരി സാമൂഹ്യ ജീവിതത്തിൽ നിന്നും സ്വയം വലിഞ്ഞ ആളാണ്. അപ്പോൾ സന്യാസം എടുത്ത്, അപ്പോൾ അവർക്ക് അറിയപ്പെടാൻ ആഗ്രഹവും ഇല്ല. അപ്പോൾ അവർ ആദ്യം എന്തൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞില്ല. എന്നിട്ട് അവസാനം കൂടുതൽ അമ്മ ചോദിക്കാൻ നിന്നപ്പോൾ ഇന്നയാളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇന്നയാളല്ല, പേരൊക്കെ മാറിയല്ലോ, കള്ളമല്ല അവർ പറയുന്നു, അവരുടെ പേര് മാറി. അപ്പോൾ ഇന്നയാളല്ല എന്ന് പറഞ്ഞവർ വേറെ ഒന്നും ചോദിക്കാതെ
അവർ പതുക്കെ അകത്തോട്ട് പോയി വേറൊരു അവരുടെ ലോഡ്ജിലോ ആശ്രമമോ നാട്ടിലൊക്കെ പോയി. ആ ഘടകത്തിൽ നിന്നാണ് അമ്മ ഇത് പെട്ടെന്ന് അമ്മയ്ക്കത് എഴുതണമെന്ന് തോന്നിയത് ആ ആളെക്കുറിച്ച്. ഈ അവസാന കാലഘട്ടത്തിൽ അമ്മയ്ക്ക് ഏത് പുസ്തകം രചനയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള മനസ്സിൽ കുത്തി ചെയ്യണമായിരുന്നു എന്നുള്ള അമ്മയ്ക്ക് പ്ലാൻ ഉണ്ടായിരുന്ന പുസ്തകങ്ങൾ അമ്മ സീത മുതൽ സത്യവതി വരെ എന്ന ഒരു പുസ്തകം എഴുതിയിട്ടല്ലോ, പുരാണ നായികമാരെ കുറിച്ച്. അതുപോലെ ഋഷിമാരെ കുറിച്ച്, സന്യാസിമാരെ കുറിച്ച് ഒരു പുസ്തകം എഴുതണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഋഷിമാരുടെ സാമ്രാജ്യം, അതിന് പേര് വിട്ടു അമ്മ. അത് ഡയറിയിൽ കുറിച്ച് വെച്ചു. ഋഷിമാരുടെ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം എഴുതണമെന്ന്. ഇവരുടെ പലരുടെയും പേരൊക്കെ എഴുതിയിട്ട് അത് അമ്മയ്ക്ക് എഴുതാൻ പറ്റിയിട്ടില്ല. ആത്മകഥ അമ്മ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 1ാം ഭാഗം ആമുഖം മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് 1945 വരെ മാത്രം കവർ ചെയ്യുന്ന, അമ്മയ്ക്ക് 36-37 വയസ്സുള്ള ഭാഗം വരെയുള്ള ആത്മകഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ 2ാം ഭാഗം എഴുതണമെന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. അത് വരട്ടെ, എഴുതാം. അമ്മ ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് വിചാരിച്ചു കാണില്ല. അപ്പോൾ എഴുതാൻ പറ്റും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2ാം ഭാഗത്തിൽ വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, എല്ലാവരെയും കുറിച്ചൊക്കെ എഴുതണം. പഴയ കഥകൾ എഴുതാൻ മതിയല്ലോ. അതുകൊണ്ടൊക്കെയാണോ 2ാം ഭാഗം മുഴുവൻ എഴുതാൻ പറ്റും, എഴുതിയിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ എഴുത്തിൽ കൂടെ വളരെ സുഹൃത്തായിരുന്നു. സർദാർ KM പണിക്കർ എഴുത്തിൽ കൂടെ വളരെ സുഹൃത്തായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് അടുത്ത്, അദ്ദേഹം വളരെ സുഹൃത്തായിരുന്നു. പിന്നെ ONV മകനെ പോലെയാണ്, MT മകനെ പോലെയാണ്. അവരുടെയും ഒരുപാട് എഴുത്തുകളൊക്കെ ഉണ്ട്. അവരുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ഇവരുടെയൊക്കെ വീടുകളിൽ പോയി താമസിച്ചിട്ടുണ്ട് അമ്മ. എക്സെപ്റ്റ് KM പണിക്കർ സാറിൻ്റെ അവിടെ പോയിട്ടില്ല. വക്കം ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരുടെയും സുഹൃത്തുക്കളും കൂടി ആയിരുന്നു. എൻ്റെ കയ്യിലത്തെ ബാലാമണിയമ്മ 1942 ബാലാമണിയമ്മ അമ്മയ്ക്ക് അയച്ച കത്ത്, അതുപോലെ തന്നെ വൈലോപ്പള്ളി ശ്രീധരമേനൻ 1966 അയച്ച കത്ത്, അതുപോലെ വളരെ കാണാൻ പറ്റുന്ന, ഇത് എനിക്ക് തോന്നുന്നു ഇത് റെയറസ്റ്റ് ആണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാഹിത്യകാരിൽ ഒരാൾ, പ്രത്യേകിച്ച് എനിക്ക് കുറച്ചുകൂടെ ഹാസ്യാത്മകതയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ഭയങ്കര, നമ്മുടെ സ്വന്തം ബഷീർ സർ, അദ്ദേഹത്തിൻ്റെ കത്തുകൾ ഭയങ്കര വിലപ്പെട്ടതാണ് കേട്ടോ. അത് വായിക്കാൻ തന്നെ ഒരു സുഖമാണ്. ബഹുമാനപ്പെട്ട ലളിതാംബിക അന്തർജനം, നിങ്ങളെ പോലുള്ള ഒരു വലിയ ആളോട് എന്നെ പോലുള്ള ഒരു നിസാരൻ പിണങ്ങുക എന്നത് ഈ വരുന്ന കുറേ സാഹസമല്ലേ. സത്യമായി ഞാൻ നിങ്ങളോട് പിണങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ എഴുത്ത് വായിച്ചപ്പോൾ ആള് മനസ്സിലായില്ല വളരെ സമയത്തേക്ക്. ഞാൻ വിചാരിച്ചു, ആരടാ ഈ ലളിതാംബിക അന്തർജനം? അന്തർജനമാണല്ലോ, കണ്ണാടിക്കാരിയുമാണ്, എന്ത് ജോലിക്കാരി ആയിരിക്കും? ഇങ്ങനെ വളരെ ചോദ്യങ്ങൾ ഞാൻ സ്വയം ചോദിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടപ്പേന്ന് ഓർമ്മ വന്നത്, എടാ ഇത് നമ്മുടെ ലളിതാംബിക അന്തർജനമാണല്ലോ എന്ന്. ശരിക്കും ബഷീറിന്റെ, അദ്ദേഹത്തിന്റെ ആ എഴുത്തിൻ്റെയൊക്കെ ശൈലി നമ്മൾ വായിച്ച പുസ്തകങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ കത്തുകളിൽ തന്നെ എഴുതിക്കും. ഇതുപോലെ തന്നെ തിരിച്ച് ലളിതാംബിക അമ്മ തിരിച്ചു അയച്ചിട്ടുണ്ട്. ശരിക്കും ഇങ്ങനെയുള്ള ഈ പറഞ്ഞവര് മാത്രമല്ല, സാഹിത്യ ലോകത്തെ ഒട്ടുമിക്ക എല്ലാവരോടും നടത്തിയ കത്തുകൾ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ അമ്മയുടെ പുസ്തകങ്ങൾ ഇവിടെ കുറേയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് ഇവർ നൽകിയിട്ടുണ്ട് ഈ കുടുംബം. സാഹിത്യകാരി എന്നുള്ള നിലയ്ക്ക് അക്കാലത്ത് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഇങ്ങനെ എഴുതാനും പഠിക്കാനും ഒക്കെ പറ്റിയത് ഭാഗ്യം കൊണ്ടാണ്. ഇത്രയും നല്ല അച്ഛനെയും അമ്മയും ഇത്രയും നല്ല ഭർത്താവിനെയും ഒക്കെ കിട്ടിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ എഴുത്ത് രചനകൾ നടക്കില്ല. അതുണ്ടായിരുന്നുകൊണ്ടും പിന്നെ സ്വല്പമൊക്കെ പറഞ്ഞില്ലേ, കുറച്ചൊക്കെ ബന്ധങ്ങളുകൊണ്ടും അമ്മയുടെ അമ്മയും നല്ലൊരു സഹൃദയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇത്രയും വിദ്യാഭ്യാസം, ഫോർമൽ വിദ്യാഭ്യാസം ഇല്ലാതെ, സ്കൂളിൽ പോലും പോവാതെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് വടക്കേ ഇന്ത്യയിലെ പുസ്തകങ്ങൾ ട്രാൻസ്ലേഷനിൽ വായിച്ചിട്ട്, യുദ്ധവും സമാധാനവും NBSൽ നിന്ന് വായിച്ചിട്ട്, അങ്ങനത്തെ മുഴുവൻ പുസ്തകങ്ങൾ ഇവിടെ വരുമായിരുന്നു ട്രാൻസ്ലേഷൻ. അതെല്ലാം വായിച്ച് തീർക്കുമായിരുന്നു. അങ്ങനെയും വായിച്ച് ഹിന്ദി സാഹിത്യകാരന്മാരുടെ പുസ്തകങ്ങൾ വായിച്ച്, അതൊരു വളരെ അതിശയകരമായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വലിയൊരു അത്ഭുതം തന്നെയാണ്. സാമാന്യ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു സ്ത്രീ അത് ഇത്രയും വായിക്കുകയും അതുപോലെ എഴുതാനും പറ്റുന്ന, എഴുത്തിൽ വലിയ ടോപ്പ് മോസ്റ്റാണെന്നൊന്നും ഞാൻ പറയില്ല. അപ്പോൾ പക്ഷേ എല്ലാത്തിലും കൈവച്ചിട്ടുണ്ടമ്മ. എല്ലാത്തിനുണ്ട്. ചെറുകഥകളുണ്ട്, 150 കവിതകളുണ്ട്, 3 നാടകങ്ങളുണ്ട്, ഒരു നോവലുണ്ട്, ആത്മകഥയുണ്ട്, 10-35 ആർട്ടിക്കിൾസ്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വരെയുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ എസ്സേസ് ഉണ്ട്.
ഇതെല്ലാം ഉണ്ട്. ബാലസാഹിത്യമുണ്ട്. ബാലസാഹിത്യവും 4-5 പുസ്തകമുണ്ട്. എല്ലാ സാഹിത്യ ശാഖകളിലും നമ്മൾ കൈവച്ചിട്ടുണ്ട്. എല്ലാത്തിലും മാസ്റ്ററാണോ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ സാമാന്യ അതെ. അപ്പം എല്ലാത്തിലും കൈവച്ചിട്ട് സാമാന്യം ഇതായിട്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളും അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിലെ മെമ്പറായിരുന്നു കുറേ നാൾ. സമാജം, സോഷ്യൽ സമാജം എന്ന് പറഞ്ഞാൽ അന്ന് NES ബ്ലോക്കും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ഭാഗം, മഹിളാ സമാജങ്ങൾ, അതിൻ്റെയൊക്കെ ഭാഗം ഉണ്ട്. അതിന് പ്രസംഗിക്കാനും ഒക്കെ പോകാറുണ്ട്. ആ രീതിയിൽ സോഷ്യൽ വർക്കും ചെയ്ത് ഉള്ള ഒരു മഹത് വ്യക്തിയായിരുന്നു. ആദ്യകാലത്ത് ലളിതാംബിക അന്തർജനം അവാർഡ് കൊടുത്തുകൊണ്ടിരുന്നു, പുസ്തകങ്ങൾക്കുള്ള അവാർഡ് സാഹിത്യകാരന്മാർക്ക്. അത് പ്രസിദ്ധ എഴുത്തുകാർക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ബഷീർ, NP മുഹമ്മദിന് കൊടുത്തിട്ടുണ്ട്, S ഗുപ്തൻ നായർക്ക്, M ലീലാവതി, അങ്ങനെ ഒരു 8-10 പേർക്ക്, വിഷ്ണുനാരായണൻ നമ്പൂതിരി, SV വേണുഗോപൻ നായർ, അവർക്കൊക്കെ അമ്മയുടെ ലളിതാംബിക അന്തർജനം അവാർഡ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവാർഡ് നിർത്തിയിട്ട് ഞങ്ങൾ ട്രസ്റ്റ് തീരുമാനിച്ചു. അമ്മയുടെ കിട്ടുന്ന പൈസ മുഴുവൻ, റോയൽറ്റി പൈസയും നേരത്തെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ചേർത്ത് ഒരു തുകയാക്കിയിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക. അപ്പോൾ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് ഒരു 4-5 വർഷമായിട്ട് ആണ്ടിൽ 3 ലക്ഷം രൂപ കുട്ടികൾക്ക് 10,000 രൂപ വെച്ച് 30 പേർക്ക് എങ്കിലും മിനിമം കൊടുക്കുക എന്നുള്ള ഇതാണ്. അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട്. അതാണ്, അവാർഡ് നിർത്തി. അതെന്തായാലും അമ്മയുടെ സ്വപ്നമാണ്. അതെ, അമ്മയ്ക്ക് അത് ആലോചിച്ചു. അമ്മയ്ക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മിക്കവാറും കുട്ടികൾ സ്ത്രീകളും പെൺകുട്ടികളായിരിക്കും. ഇവിടുത്തെ ഈ രാമപുരം പഞ്ചായത്തിലെയും അടുത്ത പഞ്ചായത്തുകളിലെയും കുട്ടികളാണ് അതിൻ്റെ ഉപഭോക്താക്കൾ. അതെ. കോലുവിളക്കിൽ തിരുനീട്ടി വന്നാലും ഈ യുഗത്തിന് വെളിച്ചം പകരുവാൻ വീണു നമസ്കരിക്കുന്നു ഗുരുപാദ രേണുവണിഞ്ഞ പവിത്രമാം. ലളിതാംബിക അന്തർജനത്തിന്റെ അമ്മയുടെ കവിതകളൊക്കെ ഇനിയും ഏറെ നമ്മൾ പഠിക്കുവാനുണ്ട്. കൂടുതൽ അതിനെ മനസ്സിലാക്കാൻ പഠനങ്ങളൊക്കെ വേണ്ടി വരുന്നു, ഉറപ്പായിട്ടും ആവശ്യമുണ്ട്. അതെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്കൊരു ഫുഡ് അറിയണ്ടേ? എന്താണ് ആ ഫുഡ്, ഏതാണ് ആ ഫുഡ് എന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും. ആ ആകാംക്ഷയ്ക്ക് ഇതേ ഇവിടെ വിരാമമണിയാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ അതെ, നമ്മളിതേ ഈ രാമപുരത്തിന് തന്നെ അടുത്തുള്ള നമ്മുടെ ചെറുകണ്ടം അല്ലെ, ചെറുകണ്ടത്തിലാണ് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത്. നമ്മുടെ ജെയിൻ ചേച്ചിയുടെ വീട്ടാണ്. ജെയിൻ ചേച്ചി നമസ്കാരം, ഹെറിറ്റേജ് വോയിസിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ രാമപുരം ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി സ്ഥലമാണ്. അപ്പൊ നിങ്ങളൊക്കെ അഭിമാനിക്കണം അല്ലെ, എത്രയോ അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ജെയിൻ ചേച്ചി, ഞങ്ങള് ഒരു ഫുഡ് തേടി വന്നേക്കാണ്. എന്ത് ഫുഡാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഇന്ന്? ഞാൻ ഇന്നൊരു നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ് തരുന്നത്. ഹെൽത്തി ഡ്രിങ്ക് ആണ്? എന്നെ കണ്ടപ്പോഴേ തോന്നിയോ ഹെൽത്ത് ഇല്ലെന്നുള്ളത്? അതല്ല, ഹെൽത്തി ഡ്രിങ്ക് ആണ്. അത് പാരമ്പര്യമായിട്ട് കൈവന്ന് കിട്ടിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ്. ഓക്കേ. ഇപ്പൊ കുടുംബത്തില്? അതെ, എന്റെ ഫാമിലിയില് എന്റെ മമ്മിയായിട്ട് ചെയ്ത് പോകുന്നത് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എന്താണ് ഹെൽത്തി ഡ്രിങ്ക്? മെയിൻ ആയിട്ട് കൽക്കണ്ടം, ഇഞ്ചി നീര്, നാരങ്ങ നീര്, നാരങ്ങയുടെ തൊലി, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അല്ല, ഇത് സിട്രിക് ആസിഡ് ആണ്. ഒരു നുള്ളു സിട്രിക് ആസിഡ്, അത്രേ ഉള്ളൂ. അതെ, പക്ഷെ എന്നാലും നമ്മൾ അതിന്റെ കൺസിസ്റ്റൻസി ഇതെല്ലാം ശരിയാവാനൊക്കെ ആയിട്ട് നമ്മൾ ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു നുള്ളു സിട്രിക് ആസിഡ് യൂസ് ചെയ്യും. അപ്പം പ്രേക്ഷകരോട് ഒന്നുകൂടെ പറയാണ്, ഇത് നാരങ്ങയുടെ തൊലി അല്ലേ? നാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ തന്നെ നാരങ്ങ നീര് എത്ര? അത് 1.5 കപ്പ്. ഒരു കപ്പ് നാരങ്ങ നീര്, 1.5 കപ്പ് വെള്ളം, 4 കപ്പ് കൽക്കണ്ടം, ഇത് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി നീര്. ഇതുകൊണ്ട് നമ്മൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കി. ഡ്രിങ്കിന്റെ സിറപ്പാണ് ഉണ്ടാക്കുന്നത്? സിറപ്പാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പിന്നെ ഡ്രിങ്ക് ആക്കി മാറ്റാം. അതെ, ശരി. ഓക്കെ, സ്റ്റൗ കത്തിച്ചു. സ്റ്റൗവിൽ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ടേ, ആദ്യം വെള്ളം ഒഴിക്കുകയാണേ. കൽക്കണ്ടം നമ്മൾ ഇഞ്ചി നീരും കൂടെ ആ കൂട്ടത്തിൽ ആഡ് ചെയ്യുകയാണ്. ഇഞ്ചി നീര്, നാരങ്ങയുടെ തൊലി ഡേറ്റ് ചെയ്തതാണ്, അതിടുന്നുണ്ട്. ഇതും നാരങ്ങ നീര് ഒഴിക്കത്തില്ല. ലാസ്റ്റ് നമ്മൾ ഇത് ഓഫ് ചെയ്തതിന് ശേഷം സിട്രിക് ആസിഡ് ഒഴിച്ച് ജസ്റ്റ് നമ്മളിത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഈ കൽക്കണ്ടം നന്നായിട്ട് അലിയണം അല്ലേ? നമ്മൾ പഞ്ചസാര യൂസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ഡ്രിങ്ക് ആണ്.
കാരണം പഞ്ചസാര സ്ഥിരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ. അതുകൊണ്ട് കൽക്കണ്ടം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തേ പതുക്കെ തിളച്ച് വരുന്നുണ്ട്. കുറച്ചുകൂടെ നമുക്ക് അലിയാനുണ്ട് അല്ലേ? ഒരിത്തിരിയും കൂടെ അലിയാനുണ്ട്. നന്നായിട്ട് തിളക്കണം, ഇതുപോലെ വെട്ടി തിളക്കണം. മാത്രമല്ല ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഈ കൽക്കണ്ടം മാത്രമാണോ ഇതിന് ഉപയോഗിക്കാൻ സാധിക്കും, പഞ്ചസാര ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ആണോ? പനങ്കൽക്കണ്ടം യൂസ് ചെയ്യാം. പക്ഷെ പനങ്കൽക്കണ്ടം അതിനകത്ത് ഒത്തിരി അഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ടല്ലേ. അപ്പം പഞ്ചസാര ഇട്ടും ചെയ്യാം. പക്ഷെ പഞ്ചസാര അത്ര നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത്ര ഹെൽത്തി അല്ലെന്നല്ലേ പറയും. നമ്മളിപ്പം പറയൂല്ലോ പഞ്ചസാര അത്ര ഹെൽത്തി അല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി കൊടുക്കേണ്ടി. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ പനങ്കൽക്കണ്ടമായിരിക്കും. പനങ്കൽക്കണ്ടോ നമ്മൾ നോർമലി സ്ക്വാഷ് ഒക്കെ കൊടുക്കുന്ന പോലെ കൊടുക്കാൻ വേണ്ടി എപ്പോഴും സമയം മീൻസ് ഫുഡ്, അതായത് നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് കഴിക്കാൻ നല്ലത് ഒന്നുകൂടി. കാരണം നാരങ്ങയ്ക്കും അത്യാവശ്യം നല്ല സ്ട്രോങ് എഫക്റ്റ് ഉണ്ട്, ഇഞ്ചിനീരിനും സ്ട്രോങ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഇച്ചിരി ഉച്ചക്കത്തെ ചോറ് കഴിഞ്ഞിട്ട് ഒരു നമ്മൾ സാധാരണ സിറപ്പ് കൊടുക്കത്തില്ലേ പിള്ളേർക്ക് പനിയൊക്കെ വരുമ്പോൾ, അതുപോലെ കുഞ്ഞു പിള്ളേർക്ക് 1 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വായിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം പിള്ളേർക്ക് ദഹനത്തിനും ഒത്തിരി നല്ലതാണ്. കാരണം ഇഞ്ചി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം നമുക്ക് അത് ഓഫ് ചെയ്യാറായിട്ടുണ്ടല്ലേ, നമുക്ക് ഓഫ് ചെയ്യാം. അപ്പൊ അത് ഏകദേശം ഫുള്ള് ആ കൽക്കണ്ടം മെൽറ്റ് ആയിട്ടുണ്ട്, ഒന്ന് വെട്ടി തിളക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നിർത്തിയേക്കാം. ഓക്കെ 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 ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് നാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരിച്ചിട്ട് വേണം നമുക്ക് ഒഴിക്കാൻ. കാരണം അതിന് മേളിൽ ഒരിച്ചിരി ഒന്ന് വേണം ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിപ്പോ അരിച്ചെടുത്തത് ബൗളിനകത്ത് ആക്കിയേക്കാണ് അല്ലേ? അതെ. നമ്മൾ അതിനകത്തോട്ട് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്യുകയാണ്. 1 കപ്പ് കണ്ടോ, നാരങ്ങ നീരാണ് ആഡ് ചെയ്യാൻ പോവാ. 1 കപ്പ് നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് അങ്ങനെ സിറപ്പ് തയ്യാറായിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് അനുവദിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറപ്പ് റെഡിയാണ്. പിന്നെ ഈ നാരങ്ങാ നീരൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാവും. നമ്മൾ പറയത്തില്ല നാരങ്ങാ നീര് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ കഫക്കെട്ട് പോലെയുള്ളതൊക്കെ ഒഴിവാകും എന്ന് പറയുമല്ലോ. അപ്പം അതേ എഫക്റ്റ് തന്നെയായിരിക്കും. അപ്പം നമ്മുടെ ജെയിൻ ചേച്ചിയുടെ ഹെൽത്ത് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അത് നമ്മളത് ആ തണുത്തതിനെ നമ്മളത് ഒരു ജാറിലേക്ക് ചേച്ചി മാറ്റി. ഇനി ഞാൻ നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരാം. ടേസ്റ്റ് ചെയ്യാതെ എന്നിട്ട് ഞങ്ങൾ പറയും ഹെൽത്ത് ഡ്രിങ്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ. ഏകദേശം ഒരാൾക്ക് എത്ര ഒരു അത് നമുക്ക് ടേസ്റ്റ്, നമുക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വലിയവർക്കൊക്കെ കുറച്ചും കൂടെ നല്ല മധുരം ഇഷ്ടമാണ്. എന്നാൽ പിന്നെ കുറച്ചും കൂടെ തരാം. പക്ഷെ പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഏകദേശം ഒരു ഇത്രയും ഒഴിച്ചാൽ മതി. ഓക്കെ. മിക്സ് ചെയ്യണം. അല്ലേ? നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കാം. പക്ഷെ അത്ര എനിക്ക് തണുത്തിച്ചിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് ശബ്ദത്തെയൊക്കെ സൂക്ഷിക്കേണ്ടതുകൊണ്ട് ഇത് നമ്മൾ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു തണുത്ത ഫീൽ തന്നെ വരും. പിന്നെ മാത്രമല്ല ചുമ, കഫക്കെട്ട്, ജലദോഷം ഈ 3നും വളരെ നല്ലൊരു ഡ്രിങ്കാണ്, ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഈ നാരങ്ങ വെള്ളം പോലെ ഫീൽ ചെയ്യും. അങ്ങനെയല്ല. ഇഞ്ചിയുടെ രുചിയുണ്ട്, അതുപോലെ ഗ്രേറ്റ് ചെയ്തതിന്റെ രുചിയുണ്ട്. മാത്രമല്ല ഈ കൽക്കണ്ടത്തിന്റെ മധുരം മറ്റൊരു മധുരമാണ്, പഞ്ചസാര. അപ്പം അതിന്റെയും കൂടെ ഒരു നല്ല സ്വാദുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചു നോക്കാം, പനങ്കൽക്കണ്ടമായിരുന്നെങ്കിൽ അത് വേറെ രുചി ആയിരുന്നേനെ അല്ലേ? എന്തായാലും ജയൻ ചേച്ചി ഈ ഹെൽത്തി ഡ്രിങ്ക് പൊളിച്ചു. ഹെറിറ്റേജ് വൈറ്റ്സിലെ പ്രേക്ഷകരെല്ലാം നാളെ തൊട്ട് ഈ ഹെൽത്തി ഡ്രിങ്ക് കഴിക്കുക അല്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ജയൻജി താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ രാമപുരത്തെത്തി ഞങ്ങൾക്ക് രാമപുരത്ത് നിന്ന് ഞങ്ങളുടെ ലളിതാംബിക അന്തർജനത്തിന്റെ ആ ഒരു വിശേഷങ്ങളും ആ ചരിത്രങ്ങളും ആ അമ്മയുടെ സംഭാവനകളെ കൂടെ അറിഞ്ഞു. അതോടൊപ്പം തന്നെ രാമപുരത്തെ ചെറുകണ്ടം അല്ലെ, ചെറുകണ്ടത്തിലുള്ള നമ്മുടെ ജയൻ ചേച്ചിയുടെ ഹെൽത്ത് ഡ്രിങ്കും നമ്മുടെ രുചിച്ചറിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.